നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ പെൻഷൻ ലഭിക്കാൻ വേണ്ടി സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി അപേക്ഷിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഒരുപാട് ആളുടെ അപേക്ഷ ഇപ്പോൾ നിരസിച്ച മെസ്സേജുകൾ വരികയാണ്. നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നതെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ചാണ്. നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പെൻഷൻ പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന സ്ത്രീകൾക്ക് മറ്റ് പെൻഷനുകളോ മറ്റ് സർക്കാർ നിന്നുള്ള ആനുകൂല്യങ്ങളോ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവരോ ആകരുത് എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്ന സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ 40 രൂപയാണ് നമുക്ക് ഇതിന് ഫീസ് നൽകേണ്ടത്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച പല ആളുകൾക്കും ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. അവരുടെ കാർഡ് വെള്ള കാർഡ് ആയതുകൊണ്ട് അവർക്ക് അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നീല കാർഡിലേക്ക് മാറിയത് അവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം, പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ നമ്മൾ വെള്ളയിലേക്ക് മാറിയിട്ടുണ്ടാകും. 6 മാസം തുടർച്ചയായി റേഷൻ സാധനങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് വെള്ള റേഷൻ കാർഡിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പേരിൽ വാഹനമുണ്ടെങ്കിൽ അത് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് വെള്ളയിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ 2000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ, 1 ഏക്കറിന് മേലെ ഭൂമി ഉള്ള ആളുകളാണെങ്കിൽ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ചുവപ്പ് റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡിലേക്കോ നീലയിലേക്കോ മാറിയിട്ടുണ്ടാകും. പല ആളുകളും സ്ഥിരമായി റേഷൻ സാധനങ്ങൾ വാങ്ങാത്ത പല ആളുകളും ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അവർ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനി വെള്ള, നീല റേഷൻ കാർഡുകളുള്ള ആളുകൾക്ക്, പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അവർ ആദ്യം അവരുടെ കാർഡ് ചുവപ്പിലേക്കോ മഞ്ഞയിലേക്കോ മാറ്റാൻ അപേക്ഷ കൊടുക്കണം. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ, അതായത് അവർ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ വാടക എഗ്രിമെൻ്റ് ഷീറ്റ്, അതല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് മേലെ കുറഞ്ഞ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ്, BPL സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവ മുതലായ സർട്ടിഫിക്കറ്റെല്ലാം വെച്ച് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ കാർഡ് ചുവപ്പിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ വെറുതെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി 40 രൂപ കൊടുത്ത് അപേക്ഷ കൊടുത്താലും ശരി, പിന്നീട് നിങ്ങൾ അതിന് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞ് ഫോണിലേക്ക് മെസ്സേജ് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 2026 ജനുവരി മാസത്തെ ക്ഷേമ പെൻഷന് 2000 രൂപ എന്ന് ലഭിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമുക്ക് ലഭിച്ചിരുന്നത് 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ്. 6 ദിവസം തന്നെയായിരിക്കും ഈ മാസവും പെൻഷൻ ലഭിക്കുക. പെൻഷൻ മസ്റ്റിംഗ് കറക്റ്റായി പൂർത്തിയാക്കിയ, സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക. ഈ ഒരു പെൻഷനും, അതായത് നമ്മൾ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ പോലത്തെ പെൻഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ മുതലായ എപ്പോൾ വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാം. അതിന് പ്രത്യേക ഒരു കാലതാമസമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു തീയതിയോ ഇല്ല. നമ്മൾ എന്നാണോ അതിന് അർഹമാവുന്നത് അന്ന് മുതൽ തന്നെ നമുക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.